ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിങ് ഇതിപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ഞാൻ പറഞ്ഞിരുന്നു. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ടെങ്കിൽ നമ്മളെപ്പോഴും മോശമായ കാര്യത്തിലേക്ക് ശ്രദ്ധ കൊടുക്കണം. അങ്ങോട്ടേ ശ്രദ്ധ പോവുള്ളൂ. എനിക്കെന്ത് കിട്ടിയില്ല എന്നുള്ളത്. ഇവിടെ ഒന്നും കിട്ടിയില്ല എന്നുള്ളതാണ്. ഇവിടെ എന്ത് കിട്ടി എന്ന് നമ്മൾ പറയില്ല. അയ്യോ എനിക്കിത് കിട്ടിയിട്ടോ എന്നല്ല, ഇവിടെ കിട്ടിയില്ല മനസ്സിലായോ എന്നൊരു ആറ്റിറ്റ്യൂഡാണ്. വളരെ മുതിർന്ന ആൾക്കാരോടും ചെറിയ കുട്ടികളോടും സംസാരിക്കുന്ന സമയത്ത് ഞാൻ കാണുന്നൊരു കാര്യമാണ്, എനിക്കും ഇങ്ങനൊരു തോന്നലുണ്ടാവും. പ്രത്യേകിച്ചൊരു മിഡ് ലൈഫ് ക്രൈസിസിലേക്ക് കയറുന്ന സ്ത്രീകൾക്ക് കുറച്ചും കൂടെ കൊള്ളാം. ജീവിതത്തിൽ ഒന്നും ആയില്ല, എന്തിനാണ് എൻ്റെ ജീവിതം ഇങ്ങനെ ഉണ്ടായത്, എൻ്റെ ജീവിതം വേസ്റ്റായിപ്പോയി, കുട്ടികൾ, ഫാമിലി, കല്യാണമേ കഴിക്കേണ്ടിയിരുന്നില്ല, മടുത്തു, ആരും എന്നെ മനസ്സിലാക്കില്ല, ഇങ്ങനെ പല നെഗറ്റിവിറ്റി ഉണ്ടാവും. നമ്മുടെ ജീവിതത്തിൽ ഒന്നും പോസിറ്റീവ് നടക്കുന്നില്ല, നമ്മുടെ ജീവിതത്തിൽ എല്ലാം നെഗറ്റീവാണ് സംഭവിക്കുന്നത് എന്ന രീതിയിലേക്ക് നമ്മൾ പോകും. ഇങ്ങനെ നമ്മൾ പോകുന്ന സമയത്താണ് ഈ ഗ്രാറ്റിറ്റ്യൂഡ് ലേണിംഗ് അല്ലെങ്കിൽ ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിംഗ് എന്നൊക്കെ പറയുന്നതിൻ്റെ ആവശ്യകത വരുന്നത്. എന്താണ് ഗ്രാറ്റിറ്റ്യൂഡ് ലേണിംഗ് എന്ന് പറഞ്ഞാൽ? ഗ്രാറ്റിറ്റ്യൂഡ് പറയാൻ പഠിക്കാം, നന്ദി പറയാൻ പഠിക്കാം. ഹലോ, നന്ദി ഉണ്ട് കേട്ടോ, ഇതല്ല ഇഷ്ടമായി നന്ദി പറയലല്ല ഞാൻ ഉദ്ദേശിച്ചത്. നന്ദി പറയുക എന്ന് പറഞ്ഞാൽ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് നന്ദി പറയണം. ഈ അമ്പലങ്ങളിലും പള്ളികളിലേക്കും എല്ലായിടത്തും പോകുന്നവിടെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ കൈക്കൂലി കൊടുക്കണ മാതിരിയാണ്. അയ്യോ ഭഗവാനേ, ഞാൻ ഇത്ര രൂപ തരാം, ഞാൻ ഇന്നത് തരാം, എനിക്ക് ഇന്നത് നടത്തി തരൂ. എന്താണ് പരിപാടി? ഇതെല്ലാൾ പരിപാടി? അല്ലെങ്കിൽ അങ്ങനെ അതാണോ ഭഗവാന്റെയൊക്കെ പരിപാടി? നമ്മൾ അവിടെ ചെന്നിട്ട് നമുക്ക് പറയാൻ പറ്റുന്നുണ്ടോ ഇവിടേക്ക് നടന്നു വരാനുള്ള ഭാഗ്യം ഉണ്ടായി, കാണാൻ എൻ്റെ കണ്ണിന് കാഴ്ചകൾ തന്നു, എൻ്റെ കൈകൾക്ക് അനക്കാൻ സാധിച്ചു, എൻ്റെ കാലുകൾ എൻ്റെ ഹൃദയത്തിന് മിടിക്കുന്നുണ്ട് ഇപ്പോഴും. ഇങ്ങനെ നമ്മുടെ ശരീരം നമ്മൾക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നതിനൊക്കെ നമുക്ക് നന്ദി പറയാൻ പറ്റണം. ഇത്രയും മനോഹരമായ ഈ ഭൂമിയിൽ എനിക്ക് ജന്മം കിട്ടിയതിൽ നമുക്കൊരു നന്ദി പറയാൻ പറ്റണം. നമുക്ക് നല്ലൊരു വീട് കിട്ടിയതിന്, നമുക്ക് അച്ഛനും അമ്മയും ഉണ്ടെങ്കിൽ അത് തന്നതിന്, നമുക്ക് ഭക്ഷണം കഴിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത് പറ്റുന്നതിന്, ഇതിനൊക്കെ നമുക്ക് നന്ദി പറയാൻ പറ്റണം. ഈ നന്ദി പറയാതെ നമ്മുടെ ഈ നെഗറ്റീവ്സിലേക്ക് മാത്രം, നമ്മൾ ഈ സങ്കടങ്ങളും വിഷമങ്ങളിലേക്ക് മാത്രം പോകുമ്പോൾ എന്താ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്ട്രെസ്സ് കൂടും. ഇങ്ങനെ കഴുത്തിൽ ഇവിടെ ഇങ്ങനെ ഈ തൊണ്ടയ്ക്ക് ഇങ്ങനെ ഭയങ്കര വേദന, നെഞ്ചിൻ്റെ മുകളിലൊക്കെ ഇങ്ങനെ കല്ലെടുത്ത് കെട്ടി വെച്ച മാതിരിയൊക്കെ തോന്നും, കരയാനും പറ്റുന്നില്ല. ഇങ്ങനത്തെ പല അവസ്ഥയിൽ കൂടിയും പോകാറുണ്ട്. ഉണ്ടോ? എന്തുമാത്രം നെഗറ്റീവ്സാണ് നമ്മൾ ചിന്തിച്ചിരിക്കുന്നത്. ജീവിതത്തിൽ എന്തെങ്കിലും സന്തോഷകരമായ നിമിഷം ഉണ്ടോ ചോദിച്ചാൽ ഉണ്ടാക്കി കൊടുക്കാത്ത പല ഫാമിലീസും ഉണ്ട്. അപ്പം ഞാൻ പലപ്പോഴും പറയാറുള്ളൊരു കാര്യം പറയാം. ഞാൻ ഇവിടെ ഒരു സ്കൂളിൽ PG സ്കൂളിലോട്ടൊരു ക്ലാസ് എടുക്കാൻ പോയൊരു സമയത്ത് ഞാനിങ്ങനെ ചോദിച്ചു, നെഗറ്റീവിനെ പോസിറ്റീവ് ആക്കുന്നു, ഒരു നെഗറ്റീവ് തോട്ട് പോസിറ്റീവ് ആക്കാൻ പറ്റുമോ ചോദിച്ചു. അപ്പോൾ ഒരു പെൺകുട്ടി എന്നോട് പറഞ്ഞു, 8ാം ക്ലാസ്സിൽ എൻ്റെ അമ്മ എന്നെ ഒരുപാട് തല്ലും അടിക്കും ഉപദ്രവിക്കും ഒക്കെ ചെയ്യും, എൻ്റെ വീട് മുഴുവൻ ഞാൻ തന്നെ വൃത്തിയാക്കണം, അല്ലെങ്കിൽ എന്നെ ഭയങ്കര ചീത്തയാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, ഓക്കെ മോളെ, ഇങ്ങനൊരു സംഭവത്തിൽ മോൾ എങ്ങനെയാണ് അതിനെ പോസിറ്റീവാക്കി കാണുന്നത്? അപ്പോൾ ഇത് ഞാൻ പലയിടത്ത് പോകുമ്പോഴും പറയാറുണ്ട് കേട്ടോ. അപ്പോൾ പലരും പല രീതിയിൽ പറയാറുണ്ട്, അമ്മ എന്താ പറയുക, പഠിക്കേണ്ടതല്ലേ, മുതിർന്ന് വേറൊരു വീട്ടിൽ പോകുമ്പോഴത് ഉപകാരമാവില്ലേ, അമ്മ അത് പറഞ്ഞു തരുന്നത് അത് പഠിക്കാൻ വേണ്ടിയിട്ടാണ്, അങ്ങനെയൊക്കെ പറയാറുണ്ട്. പക്ഷേ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയുടെ ഉള്ളിലേക്ക് ഒരു പോസിറ്റീവ് ചിന്ത കൊണ്ടുവന്നത് ആ കുട്ടി സ്വയം കേട്ടോ. അതിനെയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നത്. ആ കുട്ടി എന്നോട് പറഞ്ഞൊരു കാര്യം, ഞാനപ്പോൾ ആലോചിക്കും, ചീത്ത പറയാനാണെങ്കിലും എനിക്കൊരു അമ്മയുണ്ടല്ലോ മാഡം, എത്രയോ അമ്മയില്ലാത്തവർക്കിടയിൽ എനിക്കൊരു അമ്മയുണ്ടല്ലോ എന്നെ ഒന്ന് ചീത്ത പറയാൻ. ഈ വീട് മുഴുവൻ വൃത്തിയാക്കുമ്പോൾ ഞാൻ വിചാരിക്കും, ഇത് എൻ്റെയും കൂടി വീടല്ലേ, ഇങ്ങനെ കയറിക്കിടക്കാൻ ഒരു വീട് എനിക്കുണ്ടല്ലോ, അതുപോലും ഇല്ലാത്തവരുണ്ട്. ഒന്ന് ആലോചിക്കൂ, 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് ഇത്തരം ചിന്താഗതികൾ ഉണ്ടെങ്കിൽ നമ്മൾ മുതിർന്ന പലർക്കും എന്താണ് ചിന്താഗതി? കിട്ടിയില്ല, ഇവിടെ കിട്ടിയില്ല, ഇതല്ലാണ്ട് കിട്ടിയതിനെ കുറിച്ച് ചിന്തയുണ്ടോ? ഇല്ല. ഒന്ന് രാത്രി കിടന്നുറങ്ങാൻ പോകുന്നതിന് മുമ്പ് കിട്ടിയതിനെ കുറിച്ചൊന്ന് ചിന്തിക്കൂ, കുറച്ചും കൂടി മനസ്സ് സമാധാനത്തിലേക്കാവും. കിട്ടാത്തതിന് നമുക്ക് പിടിച്ചു വലിച്ച് കൊണ്ടുവരാൻ പറ്റില്ല, പക്ഷെ നമുക്ക് കിട്ടുന്നത് നമ്മുടെ മനസ്സിനെ വളരെയധികം സന്തോഷം തരുന്നൊരു കാര്യമാണ്. നമുക്ക് കിട്ടിയ സാധനങ്ങൾക്കോട് നമ്മൾ നന്ദി പറയുക. ഓരോ ദിവസവും കണ്ണടച്ച് തുറന്നു കഴിഞ്ഞാൽ തീരുന്നതാ ജീവിതം. നമുക്ക് കിട്ടിയ ഓരോന്നിനോടും നമ്മൾ നന്ദി പറയും തോറും നമ്മുടെ ജീവിതം മെച്ചപ്പെടുക ചെയ്യും, വളരെ പീസ്ഫുള്ളായി വരിക ചെയ്യുന്നത്.
അപ്പോൾ ഈ ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിങ്ങിൻ്റെ ഞാനൊരു ആക്ടിവിറ്റി ബുക്ക് ഉണ്ടാക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതായത് ഓരോ ദിവസങ്ങളിലും നമ്മുടെ ജീവിതത്തിൽ നമുക്കുണ്ടായ സന്തോഷങ്ങളെക്കുറിച്ച് ഇതിനെക്കുറിച്ചിട്ടൊക്കെ നമ്മൾക്ക് ആ ക്വസ്റ്റ്യൻ നോക്കിയിട്ടെങ്കിൽ നിങ്ങളൊന്ന് ആൻസർ ചെയ്യുമെന്ന് പറഞ്ഞിട്ടാണ് ഞാനൊന്ന് ഉണ്ടാക്കിയത്. അത് കുറച്ച് പേർക്ക് ഇങ്ങനെ ഒരു ക്ലാസ്സിൻ്റെ ഭാഗമായിട്ട് അവർ പറഞ്ഞാണ് ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ടാട്ടോ ചെയ്തത്. കുഞ്ഞൊരു 32 ദിവസത്തെ നോട്ട് ഉണ്ടാക്കി കൊടുത്തു. അപ്പോൾ അതിപ്പോൾ ചിലരൊക്കെ വാങ്ങിച്ച് അത് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ അവരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് തീർച്ചയായിട്ടും നമുക്ക് അവർക്കൊരു ക്ലാസ്സും പിന്നീട് അവർക്ക് തന്നെ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് മെഡിറ്റേഷനൊക്കെ നമ്മൾ കൊടുക്കാം എന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ വേറെ ഒന്നുമല്ല, ഈ ഗ്രാറ്റിറ്റ്യൂഡ് ബുക്കിൽ നമ്മൾ ആക്ടിവിറ്റി ബുക്ക് ആകുമ്പോൾ ഡെയിലി ആ ആക്ടിവിറ്റി ചെയ്യണം. അപ്പോൾ ഞാനിങ്ങനെ പോയിട്ട് മെസ്സേജ് ചോദിക്കും ചെയ്തോ ഇന്നത്തെ എന്ന് ചോദിക്കാൻ നമ്മൾ അതിലേക്കൊന്ന് ശീലാക്കി എടുക്കുകയാണ്. നമ്മൾ ഈ രാത്രിയിൽ ഡയറി എഴുതുമ്പോൾ ഇന്നുണ്ടായ സങ്കട കാര്യങ്ങളൊക്കെ എഴുതുമ്പോൾ ഈ സങ്കടം കൊണ്ടാണ് കിടന്നുറങ്ങാൻ പോകുന്നത്. പക്ഷേ പോസിറ്റീവ്സാണ് ചിന്തിച്ച് പോകുന്നതെങ്കിൽ മനസ്സ് നിറഞ്ഞ് സന്തോഷത്തോടു കൂടി നമുക്ക് ഉറങ്ങാം. രാവിലെ എണീക്കുമ്പോഴും ആ പോസിറ്റിവിറ്റി ഉണ്ടാവും. എണീക്കുമ്പോഴും നല്ലൊരു ദിവസം തന്നതിന് കണ്ണ് തുറക്കാൻ പറ്റിയതിനൊക്കെ നന്ദി പറയാൻ പറ്റണം. അപ്പോൾ ഈ ഗ്രാറ്റിറ്റ്യൂഡിൽ അങ്ങനെ ഈ ജേർണലിങ്ങിൻ്റെ ആക്ടിവിറ്റീസാണ് ഞാൻ കുഞ്ഞിതായിട്ട് എഴുതിയത്. അപ്പോൾ നമ്മൾ നെറ്റിൽ പല സ്ഥലങ്ങളിലും ഉണ്ടാകുമ്പോൾ നമുക്കറിയാം കുറച്ച് ക്വസ്റ്റ്യൻസേ കാര്യങ്ങളേ കിട്ടുള്ളൂ. പക്ഷേ ഇതിനെയൊക്കെ ഓരോ ദിവസത്തേക്ക് നമ്മൾ കറക്റ്റ് ഷെഡ്യൂൾ ചെയ്ത് കൊടുക്കുമ്പോൾ ഈ ആൾക്കാർക്ക് അതൊരു ഉപകാരമാവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ചെയ്തതാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പോസിറ്റീവ് സൈക്കോളജിയുടെ ഒരു ഭാഗമായിട്ടാണ് ഈ ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിങ്ങും ഇതൊക്കെ തുടങ്ങുന്നത്. അപ്പോൾ എന്താ വെച്ചാൽ നമുക്കൊരു സെൽഫ് ലവ് സെൽഫ് എസ്റ്റീമൊക്കെ കൂടാൻ വേണ്ടിയിട്ടാണ്. ലൈഫിൽ പ്രത്യേകിച്ച് ഈ മിഡ് ലൈഫ് ക്രൈസിസിലുള്ളവർക്കും ഭയങ്കര ഉപകാരമാണ്. ഈ ഒന്നും ആയില്ല ഞാൻ വളരെ ഇതാണ് എന്ന് പറയുന്ന ആൾക്കാർക്ക് ഇത് ഭയങ്കര നല്ലൊരു കാര്യം കേട്ടോ, ഈ ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിങ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്കൊന്ന് വിശദമായി പറഞ്ഞെന്നു മാത്രം, ഇതാണ് സംഗതി. അപ്പം നമ്മുടെ ജീവിതത്തിൽ നമുക്കുണ്ടായതിനെക്കുറിച്ചിട്ട് നമുക്ക് ചിന്തിക്കണം. നല്ലത് ചിന്തിച്ചാൽ മാത്രമല്ലേ നമുക്ക് സ്വസ്ഥമായിട്ട് കിടക്കാൻ പറ്റുള്ളൂ. ഈ നെഗറ്റീവ് മുഴുവൻ ചിന്തിച്ചിട്ട് നിങ്ങൾക്ക് സ്വയമായിട്ട് കിടന്നുറങ്ങാൻ പറ്റുന്നുണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ ഇടയ്ക്കൊന്ന് ചിന്തിക്കൂ, ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ നല്ലത് സംഭവിക്കുന്നുണ്ടോ എന്ന്. നിങ്ങൾ കാണാതെ പോകുന്ന ചില നല്ല കാര്യങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇനി ഒന്നും പറ്റിയിട്ടില്ലെങ്കിൽ ഇന്ന് ഈ വീഡിയോ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ, ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ എന്താ അതിൻ്റെ അർത്ഥം? നിങ്ങൾക്ക് കാണാനുള്ള ശക്തിയും കേൾക്കാനുള്ള ശക്തിയും ഉണ്ട്. ഇനി ഇതെന്തിലാണ് നിങ്ങൾ കാണണത്? മൊബൈൽ ഫോണിലല്ലേ? ഒരു മൊബൈൽ ഫോൺ വാങ്ങാനുള്ളൊരു കഴിവ് നിങ്ങൾക്ക് ഉണ്ടായി അല്ലേ? അതിനുള്ള ഡാറ്റ ഉണ്ടായി, അതൊരു കാര്യമല്ലേ? ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അതിനുള്ളൊരു സമയം ഉണ്ടായി. അപ്പോൾ എല്ലാറ്റിലും നമുക്ക് ഒരു നന്മ കാണാൻ പറ്റുകയാണ്. ഞാനൊരു കുറച്ച് നേരം കൊണ്ട് നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായല്ലോ. പിന്നെ ഇന്നും ഇങ്ങനെ ഒന്ന് ശ്രമിച്ച് നോക്കൂ. എന്നിട്ട് എങ്ങനെയാണെന്നുള്ള അഭിപ്രായങ്ങൾ എപ്പോഴൊക്കെ ഈ വീഡിയോ കാണണോ കമൻറ്റ് പറയണം കേട്ടോ. താങ്ക് യു.